സിറിയയിലെ കൊബാനിയിലും ഇറാഖിലെ അൻബാർ പ്രവിശ്യയിലും നിലനിൽക്കുന്ന ISISന്റെ ഭീഷണി ഏറെ ആശങ്കയുളവാക്കുന്നതാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ പറഞ്ഞു. ISISനെ നേരിടാനുള്ള 20 അംഗ രാഷ്ട്രങ്ങളുടെ പ്രതിരോധ തലവന്മാരുടെ യോഗത്തിലാണ് ഒബാമയുടെ പ്രസ്താവന. Obviously at this point we're also focused on the fighting that is taking place in Iraq's Anbar province, and we're deeply concerned about the situation in and around the Syrian town of Kobani, which underscores the threat that ISIL poses in both Iraq and Syria, and coalition airstrikes will continue in both these areas. ഈ രണ്ട് പ്രവിശ്യയിലും വ്യോമാക്രമണം ശക്തമായി തുടരുമെന്നും ഒബാമ കൂട്ടിച്ചേർത്തു. സൈനിക നീക്കം ഇനിയും ഊർജിതമാക്കാനാണ് അമേരിക്കയുടെ നീക്കം. ഇതിനായി തുർക്കിയിൽ പ്രത്യേക സൈനിക താവളം ആരംഭിക്കുന്നതിനായുള്ള പ്രാഥമിക ചർച്ചകൾക്ക് വൈറ്റ് ഹൗസ് തുടക്കമിട്ടു. കഴിഞ്ഞ ദിവസം ഇക്കാര്യം തുർക്കിയുമായി ചർച്ച ചെയ്തതായി വൈറ്റ് ഹൗസ് വക്താവ് ജോഷ് ഏണസ്റ്റ് അറിയിച്ചു. This issue of military bases in Turkey is an issue that continues to be discussed between American officials and Turkish officials. കുർദിഷ് നഗരമായ കൊബാനിയിൽ ISISന്റെ സ്വാധീനം ശക്തമാണ്. ഇവിടെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യം ഇതിനകം 21 ആക്രമണങ്ങളാണ് നടത്തിയത്. ഈ ആക്രമണങ്ങളിൽ തുർക്കിയുടെ സഹായം അപര്യാപ്തമായിരുന്നെന്നും കുർദുകളെ സഹായിക്കുന്നില്ലെന്നും ആരോപിച്ച് കഴിഞ്ഞ ദിവസം തുർക്കിയിൽ കുർദുകൾ പ്രതിഷേധിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് സൈനിക താവള നീക്കവുമായി അമേരിക്ക തുർക്കിയെ സമീപിച്ചത്. അതിനിടെ ഇന്നലെ ഇറാഖിലെ ബാഗ്ദാദിലുണ്ടായ ചാവേറാക്രമണത്തിൽ ഇറാഖ് പാർലമെന്റ് അംഗം ഉൾപ്പെടെ 25 പേർ കൊല്ലപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മീഡിയ.